ഹലോ എല്ലാവർക്കും നമസ്കാരം. BA സിവിൽ എഞ്ചിനീയറിംഗിന്റെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് കേരള PSC 2017 കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഓവർസിയർ ഗ്രേഡ് 3 എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അതിന്റെ സെക്കൻഡ് പാർട്ടാണ് ഇന്നത്തെ വീഡിയോ. ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ലാത്തവർ അതുകൂടി ഒന്ന് കാണുക. നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ഫോർ സെന്റേർഡ് ആർച്ച്? തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഫോർ സെന്റേർഡ് ആർച്ച് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് സെമി എലിപ്സ്, ഫ്ലോറന്റൈൻ ആർച്ച്, ലാൻസെറ്റ് ആർച്ച്, വീനറ്റിയൻ ആർച്ച്. ആൻസർ ഓപ്ഷൻ ഡി വീനറ്റിയൻ ആർച്ച് ആണ്. ഒരു വീനറ്റിയൻ ആർച്ചിന്റെ ഫിഗർ ആണ് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. സോ വീനറ്റിയൻ ആർച്ചിന് 4 സെന്റേഴ്സ് ആയിരിക്കും. 4 സെന്റേഴ്സും ലൈ ചെയ്യുന്നത് സ്പ്രിംഗിങ് ലൈനിൽ തന്നെ ആയിരിക്കും. വീനറ്റിയൻ ആർച്ച് ഒരു പോയിന്റഡ് ആർച്ചിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. പിന്നെ ഇതിന്റെ മറ്റൊരു പ്രത്യേകത, ഇതിന്റെ ക്രൗണിന്റെ ഡെപ്ത്, അതായത് ക്രൗണും സ്പ്രിംഗിങ് ലൈനും തമ്മിലുള്ള ഡിസ്റ്റൻസ് നോർമൽ ആർച്ചിനേക്കാളും കൂടുതലായിരിക്കും. സെക്കൻഡ് ക്വസ്റ്റ്യൻ, the semicircular projection which is formed on the edges or surfaces of wood is called. Options: groove, rebating, bead, nosing. ആൻസർ ഓപ്ഷൻ സി ബീഡ് ആണ്. ബീഡ് വർക്ക്സ് ആണ് വുഡൻ സ്ട്രക്ചേഴ്സിന്റെ എഡ്ജസിൽ കൊടുക്കുന്ന സെമി സർക്കുലർ പ്രൊജക്ഷൻ. അത് ജസ്റ്റ് അതിന്റെ അപ്പിയറൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്. ഫിഗറിൽ ഒരു ബീഡിംഗ് വർക്ക് കൊടുത്തിട്ടുള്ള വുഡൻ പീസ് ആണ് കാണിച്ചിട്ടുള്ളത്. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെയിം ഓഫ് മൂവബിൾ ബാരിയർ സെക്യൂർഡ് ഇൻ ആൻ ഓപ്പണിംഗ്? ഒരു ഓപ്പണിംഗിൽ സെക്യൂർഡ് ആയിട്ട് വെച്ചിരിക്കുന്ന മൂവബിൾ ബാരിയർ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ്: വിൻഡോസ്, ഡോർസ്, റാംസ്, സ്റ്റെയർ കേസസ്. ആൻസർ ഓപ്ഷൻ ബി ഡോർസ് ആണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ബെസ്റ്റ് ടൈപ്പ് ഓഫ് piles for soft soil having little resistance to the flow of concrete is. Options: simplex pile, vibro pile, Raymond pile, Frankie pile. അപ്പൊ നമുക്ക് പൈൽ ഫൗണ്ടേഷനെ പറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം. So pile foundation is a type of deep foundation. It consists of a long vertical load transferring member made of wood, concrete, steel, etc. ഫിഗറിൽ കാണിച്ചിട്ടുള്ളത് ഒരു പൈൽ ഫൗണ്ടേഷൻ ആണ്. ഈ വെർട്ടിക്കൽ മെമ്പറിനെയാണ് വെർട്ടിക്കൽ ലോഡ് ട്രാൻസ്ഫറിംഗ് മെമ്പർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് ക്യാൻ ബി മെയ്ഡ് ഓഫ് വുഡ്, കോൺക്രീറ്റ്, സ്റ്റീൽ, എക്സെട്ര. ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ഇൻ സോഫ്റ്റ് ആൻഡ് കംപ്രസിബിൾ സോയിൽസ്, waterlogged areas or soil with low bearing capacity. സോയിലിന്റെ ബെയറിംഗ് കപ്പാസിറ്റി വളരെ കുറവായിട്ടുള്ള കേസിലോ അല്ലെങ്കിൽ സോയിൽ സോഫ്റ്റ് ആൻഡ് കംപ്രസിബിൾ ആയിട്ടുള്ള കേസിലോ വാട്ടർ ലോക്ഡ് ഏരിയാസിലെല്ലാം പൈൽ ഫൗണ്ടേഷൻ ആണ് പ്രിഫർ ചെയ്യുക. ബ്രിഡ്ജിന്റെ ഫൗണ്ടേഷനൊക്കെ മിക്കപ്പോഴും പൈൽ ഫൗണ്ടേഷൻ തന്നെ ആയിരിക്കും. പൈൽ ഫൗണ്ടേഷൻസിന്റെ ക്ലാസിഫിക്കേഷൻ കുറച്ച് അധികം ഉണ്ട്. അതിന് മെറ്റീരിയൽ യൂസ് ചെയ്തേക്കുന്നതിനെ ബേസ് ചെയ്തിട്ടാണെങ്കിലും അതിന്റെ ഫംഗ്ഷനെ ബേസ് ചെയ്തിട്ടൊക്കെ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അതെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ വളരെ ലെങ്തി ആയി പോകും. അതുകൊണ്ട് എല്ലാം കൊടുക്കുന്നില്ല. നമ്മളുടെ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ള പൈൽ ഫൗണ്ടേഷൻസ് ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം. പൈൽ ഫൗണ്ടേഷൻസിന്റെ പോയിന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോ ആദ്യത്തത് സിംപ്ലെക്സ് പൈൽ. It can be driven through soft or hard soils. In this pile, a steel tube with a cast iron shoe is driven into the ground to required depth. Reinforcement can be placed as per requirement. Concrete is then filled inside the steel tube. After filling of concrete, steel tube is removed slowly, leaving behind the cast iron shoe. ഈ ഫിഗറിൽ ഫസ്റ്റ് കൊടുത്തിട്ടുള്ളതാണ് സിംപ്ലെക്സ് പൈലിന്റെ ഫിഗർ. ഇതിലൊരു സ്റ്റീൽ ട്യൂബ് വിത്ത് എ കാസ്റ്റ് അയൺ ഷൂ ഉണ്ടാവും. ആ സ്റ്റീൽ ട്യൂബ് അലോങ് വിത്ത് ദാറ്റ് കാസ്റ്റ് അയൺ ഷൂ സോയിലേക്ക് ഇൻസേർട്ട് ചെയ്യും. സോയിലേക്ക് റിക്വയർഡ് ഡെപ്തിലേക്ക് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് കോൺക്രീറ്റ് ഫില്ല് ചെയ്യും. ഇനി ഇതിന്റെ ബെയറിംഗ് കപ്പാസിറ്റി കൂട്ടണം അല്ലെങ്കിൽ വളരെ കൂടുതലാണ് വേണ്ടത് എങ്കിൽ ആ കേസിൽ റീഇൻഫോഴ്സ്മെന്റും പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുന്ന കേസിലാണെങ്കിൽ കോൺക്രീറ്റ് ഫില്ല് ചെയ്യുന്നതിന് മുന്നേ റീഇൻഫോഴ്സ്മെന്റ് സ്റ്റീൽ ട്യൂബിനുള്ളിലേക്ക് പ്ലേസ് ചെയ്യും. അതിനുശേഷം കോൺക്രീറ്റ് ഫില്ല് ചെയ്യും. കോൺക്രീറ്റ് ഫില്ല് ചെയ്തതിന് ശേഷം ഈ സ്റ്റീൽ ഷൂവിനെ സോയിലിൽ തന്നെ വെച്ചിട്ട് ഈ സ്റ്റീൽ ട്യൂബ് മേലേക്ക് ലിഫ്റ്റ് ചെയ്ത് റിമൂവ് ചെയ്ത് എടുക്കും. അങ്ങനെ ആ ഹോളിൽ കോൺക്രീറ്റ് ഇരുന്ന് സെറ്റ് ആവും. അങ്ങനെയാണ് സിംപ്ലെക്സ് പൈലിന്റെ ഇൻസ്റ്റാളേഷൻ. പിന്നെ സിംപ്ലെക്സ് പൈൽസ് സോഫ്റ്റ് ആൻഡ് ഹാർഡ് സോയിൽസിലും യൂസ് ചെയ്യാൻ പറ്റും. അടുത്തത് വൈബ്രോ പൈൽ. സെക്കൻഡ് ഫിഗർ താഴെ കൊടുത്തിട്ടുള്ളതാണ് വൈബ്രോ പൈൽസിന്റെ ഫിഗർ. This is used in soft soil where soil exerts little resistance to flow of concrete. A steel tube with shoe is inserted and concrete is filled inside the tube. It is then removed by alternative upwards extracting and downward tamping blows.
അപ്പോൾ വൈബ്രോ പൈൽസിലും ഒരു സ്റ്റീൽ ട്യൂബ് ഉണ്ടാവും, അതിന്റെ ബോട്ടം പോർഷനിൽ ഒരു ഷൂ ഉണ്ടാവും. സോ ഇത് രണ്ടും സോയിലേക്ക് ഇൻസേർട്ട് ചെയ്യും. ഇൻസേർട്ട് ചെയ്തതിന് ശേഷം കോൺക്രീറ്റ് ഫില്ല് ചെയ്യും. കോൺക്രീറ്റ് ഫില്ല് ചെയ്തതിന് ശേഷം ഈ സ്റ്റീൽ ട്യൂബ് റിമൂവ് ചെയ്ത് എടുക്കും. സ്റ്റീൽ ട്യൂബ് റിമൂവ് ചെയ്യുന്നത് ഓൾട്ടർനേറ്റീവ് അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ് ബ്ലോസ് കൊടുത്തിട്ടായിരിക്കും. അതായത് അപ്വേർഡ് ബ്ലോയിൽ ഈ സ്റ്റീൽ ട്യൂബ് മേലേക്ക് ലിഫ്റ്റ് ചെയ്യും, ഡൗൺവേർഡ് ബ്ലോയിൽ കോൺക്രീറ്റിനെ ടാമ്പ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ സ്റ്റീൽ ട്യൂബിനെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തെടുക്കും. ഈ വൈബ്രോ പൈൽസ് യൂസ് ചെയ്യുന്നത് സോഫ്റ്റ് സോയിൽസിലായിരിക്കും. അതായത് കോൺക്രീറ്റിന്റെ ഫ്ലോയ്ക്ക് ഒരുപാട് റെസിസ്റ്റൻസ് ഓഫർ ചെയ്യാത്ത ടൈപ്പ് ഓഫ് സോയിൽസിലാണ് വൈബ്രോ പൈൽസ് യൂസ് ചെയ്യുക. അപ്പൊ സിംപ്ലക്സ് പൈലിലും വൈബ്രോ പൈലിലും രണ്ടിലും സ്റ്റീൽ ട്യൂബ് വിത്ത് ഷൂ ആണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിംപ്ലക്സ് പൈല് സോഫ്റ്റ് ആൻഡ് ഹാർഡ് സോയിൽസിലും യൂസ് ചെയ്യാൻ പറ്റും. വൈബ്രോ പൈൽസ് സോഫ്റ്റ് സോയിൽസിൽ മാത്രമാണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ സിംപ്ലക്സ് പൈലിന്റെ കേസിൽ ടാമ്പിംഗ് ഒന്നും കൊടുക്കുന്നില്ല കോൺക്രീറ്റിന്. വൈബ്രോ പൈൽസിന് ടാമ്പിംഗ് കൂടി കൊടുത്തിട്ടാണ് സ്റ്റീൽ ട്യൂബ് റിമൂവ് ചെയ്തെടുക്കുന്നത്. അടുത്തത് ഫ്രാങ്കി പൈൽ. ദിസ് ഹാസ് ആൻ എൻലാർജ്ഡ് ബേസ് ആൻഡ് എ കൊറിഗേറ്റഡ് സ്റ്റെം. ഈ ഫിഗറിൽ കൊടുത്തിട്ടുള്ളത് ഒരു ഫ്രാങ്കി പൈലിൻ്റെതാണ്. ഇവിടെ നോക്കിയാൽ കാണാം, താഴെ ഒരു എൻലാർജ്ഡ് ബേസ് ഉണ്ടാവും, എന്നിട്ട് ഒരു കൊറിഗേറ്റഡ്, അതായത് ഒരു സ്ലിം ആയിട്ടുള്ള ഒരു സ്റ്റെമ്മും ഉണ്ടാവും. ദിസ് ഈസ് യൂസ്ഡ് ഇൻ ഗ്രാനുലർ സോയിൽ. ഗ്രാനുലർ സോയിൽസിലാണ് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. ഡയമീറ്റർ ഓഫ് സ്റ്റെം ഓഫ് പൈൽ വേരീസ് ഫ്രം 50 to 60 സെന്റിമീറ്റേഴ്സ് ആൻഡ് ഡയമീറ്റർ ഓഫ് എൻലാർജ്ഡ് ബേസ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 90 സെന്റിമീറ്റേഴ്സ്. പൈലിന്റെ ഈ സ്റ്റെമ്മിന്റെ ഡയമീറ്റർ 50 to 60 സെന്റിമീറ്റേഴ്സും ഈ താഴെ കാണുന്ന എൻലാർജ്ഡ് ബേസിന്റെ ഡയമീറ്റർ 90 സെന്റിമീറ്റേഴ്സോ അതിൽ കൂടുതലോ ആയിരിക്കും. This is more useful when hard stratum is available at a reasonable depth. അതായത് ഈ എൻലാർജ്ഡ് ബേസ് ഒരു ഹാർഡ് സ്ട്രേറ്റത്തിൽ റെസ്റ്റ് ചെയ്യാൻ പാകത്തിന് ഒരു റീസണബിൾ ഡെപ്തിൽ ഒരു ഹാർഡ് സ്ട്രേറ്റും അവൈലബിൾ ആയിട്ടുള്ള കേസിലാണ് ഫ്രാങ്കി പൈൽസ് കൂടുതലും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. പിന്നെ ഫ്രാങ്കി പൈൽസിന്റെ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി വരുന്നത് 600 to 900 കിലോ ന്യൂട്ടൺസ് ആയിരിക്കും. അടുത്തത് റെയ്മണ്ട് പൈൽ. ഇറ്റ് ഈസ് പ്രൈമറിലി എ ഫ്രിക്ഷൻ പൈൽ. ഫ്രിക്ഷൻ പൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈലിന്റെയും സോയിലിന്റെയും തമ്മിലുള്ള ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് കൊണ്ടായിട്ടായിരിക്കും ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ റെയ്മണ്ട് പൈൽ മെയിൻലി ഒരു ഫ്രിക്ഷൻ പൈലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് എ ടേപ്പേർഡ് സെക്ഷൻ ഓഫ് 1:30 ആൻഡ് ഡയമീറ്റർ ഡിക്രീസസ് ഫ്രം ടോപ്പ് ടു ബോട്ടം. ഒരു ടേപ്പേർഡ് സെക്ഷൻ ആണ് റെയ്മണ്ട് പൈലിൻ്റെത്. അതിന്റെ ടേപ്പറിങ് 1:30 റേഷ്യോയിലായിരിക്കും. ഡയമീറ്റർ മേലെ നിന്ന് താഴേക്ക് വരുന്തോറും ഡിക്രീസ് ചെയ്തിട്ടായിരിക്കും വരുന്നത്. ടോപ്പ് ഡയമീറ്റർ 40 to 60 സെന്റിമീറ്റേഴ്സും ബോട്ടം ഡയമീറ്റർ 20 to 30 സെന്റിമീറ്റേഴ്സും ആയിരിക്കും. ലെങ്ത് ഓഫ് പൈൽ 6 to 12 മീറ്റേഴ്സ് ആയിരിക്കും. പിന്നെ ഇതിൽ ഒരു ഷെൽ ഉണ്ടാവും. ഈ കാണുന്നത് ഇറഗുലർ ബൗണ്ടറി കാണിച്ചിരിക്കുന്നതാണ് ഒരു ഷെല്ല്. അതിനുള്ളിൽ ഒരു കോറും പ്ലേസ് ചെയ്തിട്ട് ഇത് രണ്ടും കൂടിയിട്ടായിരിക്കും സോയിലിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. അങ്ങനെ റിക്വയർഡ് ഡെപ്ത് വരെ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ഈ കോർ പാർട്ട് റിമൂവ് ചെയ്തെടുക്കും. എന്നിട്ട് ആ ഷെല്ലിനുള്ളിൽ കോൺക്രീറ്റ് ഫില്ല് ചെയ്ത് വെക്കും. ഓക്കെ, ഈ ഷെല്ലിന് ആ പൈലിന് വേണ്ട ആ സെയിം ടേപ്പറിങ് സെക്ഷൻ അല്ലെങ്കിൽ ആ സെയിം ടേപ്പറിങ് ഉള്ള ടൈപ്പ് ഓഫ് ഷെല്ലായിരിക്കും ഇൻസേർട്ട് ചെയ്യുന്നത്. സോ അതിനുള്ളിലേക്ക് ഡയറക്റ്റ്ലി കോൺക്രീറ്റ് ഫില്ല് ചെയ്യും. അതാണ് റെയ്മണ്ട് പൈൽ. അപ്പൊ ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതിൽ നിന്നാണ് നമ്മൾ പൈൽ ഫൗണ്ടേഷന്റെ ഡീറ്റെയിൽസ് നോക്കി തുടങ്ങിയത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത് സോഫ്റ്റ് സോയിലിൽ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് പൈൽ ഫൗണ്ടേഷൻ ഏതാണെന്നാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി വൈബ്രോ പൈൽസ് ആണ്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വൈബ്രോ പൈൽസ് ആണ് സോഫ്റ്റ് സോയിൽസിൽ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് പൈൽ ഫൗണ്ടേഷൻ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ദ porosity ഓഫ് എ ഗുഡ് ബിൽഡിംഗ് സ്റ്റോൺ ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ. ഒരു ഗുഡ് ബിൽഡിംഗ് സ്റ്റോണിന്റെ പൊറോസിറ്റി മാക്സിമം എത്ര വരെ ആവാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ 5% ആണ്. 5%ലും കൂടുതൽ പോറസ് ആയിട്ടുള്ള ഒരു സ്റ്റോൺ കൺസ്ട്രക്ഷൻ പർപ്പസിന് സ്യൂട്ടബിൾ ആയിരിക്കില്ല. Sixth question, for determining the initial setting time by Wickets apparatus, the weight of cement to be taken is. Wickets apparatus യൂസ് ചെയ്തിട്ട് ഇനീഷ്യൽ സെറ്റിംഗ് ടൈം ഓഫ് സിമെന്റ് കണ്ടുപിടിക്കുമ്പോൾ എത്രയാണ് സിമെന്റിന്റെ വെയിറ്റ് എടുക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് 500 gram, 400 gram, 300 gram, 1000 gram. ആൻസർ 400 gram ആണ്. സോ ഇതിന് മുന്നേ ഉള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ വിക്കറ്റ്സ് അപ്പാരറ്റസിനെ പറ്റിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കണ്ടായിരുന്നു. സോ ജസ്റ്റ് അതിന്റെ ഒരു പ്രൊസീജിയറും കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നമുക്കൊന്ന് നോക്കി വെക്കാം. സോ ആദ്യം പ്രൊസീജിയർ വായിക്കാം. Consistency test is to be done before starting the setting time test procedure to find out what are required to give paste normal consistency.
സോ ഈ സിമെന്റിലേക്ക് പേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം വാട്ടർ ആഡ് ചെയ്യണം എന്നുള്ളത് നേരത്തെ തന്നെ കണ്ടുപിടിച്ച് വെക്കണം. അത് കണ്ടുപിടിക്കാനായിട്ട് കൺസിസ്റ്റൻസി ടെസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. സോ സെറ്റിംഗ് ടൈം ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ കൺസിസ്റ്റൻസി ടെസ്റ്റ് കണ്ടക്ട് ചെയ്തിട്ട് വെള്ളത്തിന്റെ റിക്വയർമെന്റ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാം. Let the water required for attaining normal consistency be p milliliters. അങ്ങനെ കൺസിസ്റ്റൻസി ടെസ്റ്റ് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കുന്ന വെള്ളത്തിന്റെ എമൗണ്ട് p milliliters ആണെന്ന് ഡിനോട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി ടേക്ക് 400 gram of cement and prepare a neat cement paste with 0.85 p of water by weight of cement. 0.85 ടൈംസ് പി, അതായത് നേരത്തെ കൺസിസ്റ്റൻസി ടെസ്റ്റിൽ കിട്ടിയ വെള്ളത്തിന്റെ എമൗണ്ട് ആണ് പി എന്നുള്ളത്. അതിന്റെ 0.85 ടൈംസ് ഓഫ് വാട്ടർ ആണ് 400 gram ഓഫ് സിമെന്റിലേക്ക് ആഡ് ചെയ്തിട്ട് പേസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ ഈ രണ്ട് പോയിന്റ്സ് ഓർത്ത് വെച്ചേക്കാം. 400 gram ഓഫ് സിമെന്റ് ആണ് യൂസ് ചെയ്യുന്നതെന്നും 0.85 ടൈംസ് ഓഫ് പി ഓഫ് വാട്ടർ ആണ് യൂസ് ചെയ്യുന്നതെന്നും ഓർത്ത് വെക്കാം. Start the stopwatch at the instant when the water is added to the cement. സിമെന്റിലേക്ക് വെള്ളം ആഡ് ചെയ്യുന്ന ഇൻസ്റ്റന്റിൽ സ്റ്റോപ്പ് വാച്ച് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഉള്ള ടൈം T1 എന്ന് റെക്കോർഡ് ചെയ്യുക. Fill the wicket mold resting on a glass plate with the cement paste. wicket moldൽ ഈ cement paste fill ചെയ്യുക. Place the test block confined in the mold and resting on non-porous plate under the plunger bearing the needle 1 mm square cross section. ഈ ടെസ്റ്റ് ബ്ലോക്ക് പ്ലഞ്ചറിന് താഴെ, അതായത് പ്ലഞ്ചറിൽ ഒരു നീഡിൽ ഉണ്ടാവും, ആ നീഡിലിന് താഴെ ടെസ്റ്റ് ബ്ലോക്ക് പ്ലേസ് ചെയ്യുക. അവിടെ യൂസ് ചെയ്യുന്ന നീഡിലിന്റെ ഡയമെൻഷനും ഓർത്ത് വെക്കുക, അത് ഇമ്പോർട്ടൻ്റ് ആണ്. 1 mm സ്ക്വയർ ക്രോസ് സെക്ഷൻ ഉള്ള നീഡിലാണ് സെറ്റിംഗ് ടൈം ടെസ്റ്റിന് യൂസ് ചെയ്യുന്നത്. സെയിം വിക്കറ്റ് അപ്പാരറ്റസ് തന്നെയാണ് കൺസിസ്റ്റൻസി ടെസ്റ്റിനും യൂസ് ചെയ്യുന്നത്. ആ കേസിൽ യൂസ് ചെയ്യുന്ന നീഡിലിന്റെ ഡയമെൻഷൻ 10 mm ഡയമീറ്റർ ഉള്ള നീഡിലുമാണ്. ഓക്കെ, അതും ഓർത്ത് വെച്ചേക്കുക. ഇനി lower the needle gently until it comes in contact with the surface of test block and quick release allowing it to penetrate into the test block. അങ്ങനെ ഈ നീഡിൽ താഴേക്ക് കൊണ്ടുവരിക, എന്നിട്ട് അതിനെ ക്വിക്ക് റിലീസ് ചെയ്യുക. ക്വിക്ക് റിലീസ് ചെയ്യുമ്പോൾ അത് ആ ടെസ്റ്റ് ബ്ലോക്കിന് ഉള്ളിലേക്ക് പെനിട്രേറ്റ് ചെയ്ത് പോകും. ഇൻ ദ ബിഗിനിങ് ദ നീഡിൽ കംപ്ലീറ്റ്ലി പിയേഴ്സസ് ദ ടെസ്റ്റ് ബ്ലോക്ക്. തുടക്കത്തിലെല്ലാം സിമെന്റ് പേസ്റ്റ് ലൂസ് ആയതുകൊണ്ട് അല്ലെങ്കിൽ തീരെ സെറ്റ് ആവാത്തത് കൊണ്ട് തന്നെ ടെസ്റ്റ് ബ്ലോക്കിന് താഴെ വരെ നീഡിൽ കംപ്ലീറ്റ്ലി പെനിട്രേറ്റ് ചെയ്ത് പോകും. സോ റിപ്പീറ്റ് ദ പ്രൊസീജിയർ, ദാറ്റ് ഈസ് ക്വിക്കറി റിലീസിംഗ് ദ നീഡിൽ ആഫ്റ്റർ എവറി 2 minutes till the needle fails to pierce the block for about 5 to 7 millimeters measured from the bottom of the mold. അപ്പോൾ 2 minutes ഇന്റർവെല്ലിൽ ഈ ക്വിക്ക് റിലീസിങ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോഴാണോ ഈ മൗൾഡിന്റെ ബോട്ടത്തിൽ നിന്നും മെഷർ ചെയ്യുമ്പോൾ 5 to 7 millimeters എത്തുന്ന ആ പോയിന്റിന് താഴേക്ക് നീഡിൽ പെനിട്രേറ്റ് ചെയ്യാത്തത്, ആ സ്റ്റേജ് വരെ ഈ പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഈ താഴേന്ന് മെഷർ ചെയ്യുമ്പോൾ 5 to 7 millimeters എത്തുന്നതിന് താഴേക്ക് നീഡിൽ പെനിട്രേറ്റ് ചെയ്യുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ വെച്ച് പ്രൊസീജിയർ സ്റ്റോപ്പ് ചെയ്യുക. ആ ടൈം T2 എന്ന് നോട്ട് ചെയ്യുക. ഇനി ഇനീഷ്യൽ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത് ഈ രണ്ട് റെക്കോർഡ് ചെയ്ത ടൈമിന്റെയും ഡിഫറൻസ് ആയിരിക്കും, അതായത് T2 - T1 ആയിരിക്കും ഇനീഷ്യൽ സെറ്റിംഗ് ടൈം. 7th question. Ordinary Portland cement is available in dash distinct grades. എത്ര ഡിസ്റ്റിങ് ഗ്രേഡ്സിലാണ് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റ് അല്ലെങ്കിൽ OPC അവൈലബിൾ ആയിട്ടുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് 4, 3, 5, 6. ആൻസർ 3 ആണ്. 3 grades of cements ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. 33 grade, 43 grade ആൻഡ് 53 grade. 33, 43, 53 എന്നുള്ളത് ഓരോ സിമെന്റിന്റെയും കംപ്രസീവ് സ്ട്രെങ്ത്തിന്റെ വാല്യൂ ആണ്. അതായത് 33 grade സിമെന്റ് ആണെങ്കിൽ അതിന്റെ 28th day compressive strength will be 33 Newton per millimeter square. 8th question. Potash lead glass is also known as dash. Options: flint glass, soft glass, hard glass, bottle glass. ആൻസർ ഓപ്ഷൻ എ ഫ്ലിന്റ് ഗ്ലാസ് ആണ്. ഫ്ലിന്റ് ഗ്ലാസിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ഫ്ലിന്റ് ഗ്ലാസ് ഇസ് എനി ഹൈലി റിഫ്രാക്റ്റീവ് ലെഡ് കണ്ടെയ്നിങ് ഗ്ലാസ് യൂസ്ഡ് ടു മേക്ക് ലെൻസസ് ആൻഡ് പ്രിസംസ്. ഫ്ലിന്റ് ഗ്ലാസ് എന്ന് പറയുന്നത് ഹൈലി റിഫ്രാക്റ്റീവ് ആയിട്ടുള്ള ലെഡ് കണ്ടെയ്നിങ് ഗ്ലാസ് ആണ്, ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു മേക്ക് ലെൻസസ് ആൻഡ് പ്രിസംസ്. ഇറ്റ് അബ്സോർബ്സ് മോസ്റ്റ് അൾട്രാ വയലറ്റ് ലൈറ്റ് ബട്ട് കമ്പാരിറ്റീവ്ലി ലിറ്റിൽ വിസിബിൾ ലൈറ്റ്. വിസിബിൾ ലൈറ്റിനെ അപേക്ഷിച്ച് അൾട്രാ വയലറ്റ് ലൈറ്റ് ആണ് അത് കൂടുതലായിട്ടും അബ്സോർബ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ക്രിസ്റ്റൽ, ലെഡ് ക്രിസ്റ്റൽ ഓർ പൊട്ടാഷ് ലെഡ് ഗ്ലാസ്. ഫ്ലിന്റ് ഗ്ലാസിന് ഈ 3 പേരിലും പറയും, ക്രിസ്റ്റൽ, ലെഡ് ക്രിസ്റ്റൽ അല്ലെങ്കിൽ പൊട്ടാഷ് ലെഡ് ഗ്ലാസ്. 9th question. What is the maximum percentage of water absorbed by a second class brick when soaked in water about 24 hours? സെക്കൻഡ് ക്ലാസ് ബ്രിക്കിന്റെ മാക്സിമം വാട്ടർ അബ്സോർപ്ഷൻ എത്ര പെർസെൻറ്റേജ് ആണെന്നാണ് ക്വസ്റ്റ്യൻ.
ഓപ്ഷൻസ് തന്നിരിക്കുന്നത് 18%, 20%, 24% ആൻഡ് 22%. ആൻസർ ഓപ്ഷൻ ഡി 22% ആണ് സെക്കൻഡ് ക്ലാസ് ബ്രിക്കിന്. അത് ഓർത്ത് വെച്ചേക്കാം. ഇനി ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് ആണെങ്കിൽ അതിന്റെ മാക്സിമം വാട്ടർ അബ്സോർപ്ഷൻ 20% ആയിരിക്കും. 10th question. Wire cut bricks are made in. വയർ കട്ട് ബ്രിക്സ് എന്ത് മെഷീനിലാണ് മാനുഫാക്ചർ ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് പ്ലാസ്റ്റിക് ക്ലേ മെഷീൻ, ഡ്രൈ ക്ലേ മെഷീൻ, സ്റ്റീൽ മോൾഡ്, വുഡൻ മോൾഡ്. ആൻസർ ഓപ്ഷൻ എ പ്ലാസ്റ്റിക് ക്ലേ മെഷീൻസിലാണ് വയർ കട്ട് ബ്രിക്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി വയർ കട്ട് ബ്രിക്സിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. അതിന്റെ കംപ്രസീവ് സ്ട്രെങ്ത് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 105 kg/cm² ആൻഡ് വാട്ടർ അബ്സോർപ്ഷൻ ഷുഡ് നോട്ട് എക്സീഡ് 20%. ഫസ്റ്റ് ക്ലാസ് ബ്രിക്കിന്റെ സെയിം ആണ്. വാട്ടർ അബ്സോർപ്ഷൻ 20%നേക്കാളും കൂടാൻ പാടില്ല. കംപ്രസീവ് സ്ട്രെങ്ത് 105 kg/cm²നേക്കാളും കുറയാനും പാടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇതിന്റെ ബാലൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടിന്യൂ ചെയ്യാം. സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എക്സാമിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.